എന്റെ അമ്മേ. വണ്ടി നിർത്തോ, വണ്ടി നിർത്താൻ. മനഃപൂർവ്വം എന്നെ മറച്ചിട്ടത്. മറിച്ച് കാണിച്ചേട്ടൻ ദോശയോ? എടാ ഞാഞ്ഞൂലികളെ, കളി എന്നോട് വേണ്ട. 25 വർഷം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിമുക്ത ഭടനാണ് വിക്രമൻ. എന്നിട്ട് ആര് പറഞ്ഞു ചോറിയും കുത്തി ഇവിടെ വന്നിരിക്കാൻ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാ. അപ്പൊ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കണതോ? ദേ ഒരു ഞഞ്ഞാവിഞ്ഞ വർത്തമാനം പറയാൻ സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ തടി സൊറി മതി. ഇത് കാണിക്കരുത്, മഹാവൃത്തിയേടായിരിക്കും. കാണിക്കൂടാ, കാണിക്കും. കാണിച്ചാലേ നീ കഴിയോ. അയ്യോ, എവിടെ നോക്കിയാടാ ചവിട്ടത്? ഒന്ന് പോടാ. പിള്ളച്ചാന്റെ വീട്ടിലേക്ക് നൂഡിൽസ് വെച്ചിട്ടുണ്ടോ? നൂഡിൽസ് ഒന്നും നമ്മുടെ കടയില്ല, റവയുണ്ട്. തൽക്കാലം പിള്ള ഉപ്പാവും ഞാൻ. അപ്പൊ കൂട്ടാ മായയുടെ വീട്ടിലേക്കുള്ള ചേട്ടന് ചാകല്ലേ എടുത്ത് തരാ. കാമുകിനെ കാണാൻ പോലുള്ള ഒരു ആക്രാന്തം കണ്ടില്ലേ? അമ്മ പിടിച്ചത് എന്ത് പണ്ടാരാണ് അതിന്റെ അകത്ത്? ഞങ്ങള് സഹായിക്കണോടാ. വേണ്ട, അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളും. നീ ഭാഗ്യം ചെയ്തവനാ മോനെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് ആ പെണ്ണിനെ നിന്നല്ലേ പ്രേമിക്കാൻ കണ്ടുള്ളൂ. അല്ലടാ, എനിക്കറിയാൻ പാടിട്ടൊക്കെ അവളെന്താ കണ്ണുപൊട്ടിയാ. അനാവശ്യം പറയരുത്. ചൂടാവില്ലടാ. ചെല്ല്, നിന്റെ മായ അവിടെ കാത്തിരിക്കണ്ടാവും. 116 ഇവിടെ ഇല്ല, 117 ഇല്ല. ഇയാളെന്താ ഒളിച്ചിരിക്കണ? ആരാ? ചാണ്ടീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ തന്നോളൂ. നിൽക്കവിടെ. അയ്യോ, ഇതും കൂടെ കൊണ്ടുവയ്ക്കോ. ഭ്രാന്തൻ അബദ്ധം പറ്റിന തോന്നെ. കാശും പൊതിയ. ഈശ്വര, അങ്ങനെ എന്റെ ജീവിതം രക്ഷപ്പെട്ടു. ചാണ്ടി തെണ്ടി, നിനക്ക് ഞാൻ വെച്ചണ്ടാ. അയ്യോ, എന്റെ ജീവിതം പോലെ തന്നെ വേസ്റ്റ്. വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല, നിനക്ക് വല്ലതും പറ്റാതെ നോക്കിക്കോ. വയസ്സാൻ കൊരത്തു. മോനെ വിശ്വനാഥാ, ഓ, എനിക്ക് ഇത്തിരി ധന്വന്തരം കുഴമ്പ് വേണം. ആ ദേഹം മുഴുവൻ വേദനയാ. കാണും. ഞാൻ മേടിച്ചോണ്ട് വരാം. ചാണ്ടേ, ഗുണമില്ല ഗുണമില്ല, കുറെ ധനം മാത്രം. ഓ, പോളിഷ് ചെയ്ത് കമ്പനി മാഞ്ഞുപോയി. എടാ നിനക്ക് ഈ ഷൂസ് ഒന്നും മാറ്റാറായില്ലേ? വായിക്ക് പഠിക്ക്, നാളെ പരീക്ഷയല്ലേ. ശിവ ഒന്ന് വേറെ റെഡിയാകും. ഓ, ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട് 5-6 ഡോക്ടർമാരെ കുപ്പിയിലാക്കാനുള്ളതാ. മരുന്നല്ലേ കുപ്പിലാക്കണത്? നീ ഡോക്ടർമാരെ കുപ്പിലാക്കാൻ തുടങ്ങി? ഓ അതെ. ഓ, സമ്മതിക്കണം നിന്നേക്കാം. അല്ല, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? എന്നും പോയ ആ ജോലി സ്ഥിരാവും. എനിക്കത് താല്പര്യം. നന്നാവൂലടാ, ഒരിക്കലും നന്നാവൂല. ഓ ചാണ്ടീസ്. ചാണ്ടീസ് അല്ലടാ, ചണ്ടീസ്. അപ്പൊ മറ്റേ ചണ്ടീസുകളൊക്കെ എവിടെ? അവര് ഇതുപോലെ ഒരു തെണ്ടികളുടെ സപ്ലൈക്ക് പോയി. നിന്നോട് ഇങ്ങനെ ടൂത്ത് പേസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ? പല്ല് തേക്കാതെ ഇപ്പൊ ഡെയിലി ഡ്യൂട്ടിക്ക് പോകണം. ഒരു ദിവസം പല്ല് വെച്ചാൽ കമ്പനിന്ന് പിരിച്ചുവിടൊന്നുമില്ലല്ലോ. ഒരു ദിവസോ? ഇപ്പൊ ഒരു മാസമായി. എനിക്ക് എന്നെ നാട്ടം സഹിക്കാൻ പറ്റണില്ല. ഇതാ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. പേസ്റ്റ്, ബ്രഷ്, നാറ്റം പോകാനുള്ള സോപ്പ്. ബാക്കി 1 രൂപ. അയ്യോ, ഇത് നീ വെച്ചു. 1 രൂപ പിച്ചക്കാര് പോലും ഇത് വാങ്ങൂല്ലോ. അയ്യോ, ആള് മാറിപ്പോയി. നന്ദി വെച്ചു. സപ്ലൈക്ക് നല്ല കാശ് ടിപ്പായിട്ട് തരാം. പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു പ്രൊഡക്റ്റ് നീ ഇവിടെ എത്തിക്കണം. എന്താ അത്? നീണ്ട മുടി, വെളുത്ത നിറം, നല്ല ബോഡി ഷേപ്പ്, ഇങ്ങനെ നല്ല ഷേപ്പായിട്ട്. അതെന്ത് പ്രൊഡക്റ്റാ? ഞാൻ പറയാം. ഡിസ്പോസിബിൾ എന്ന് വെച്ചാ വേലക്കാരികളെയൊക്കെ സപ്ലൈ ചെയ്യുന്നവരല്ലേ? ആ കൂട്ടത്തിലൊരു പെണ്ണ് അല്ലേ? എന്ന് വെച്ചാ മാമാപ്പണി. ഞാനൊരു എം എ അല്ലാത്തോണ്ട് എനിക്ക് ഡബിൾ എം എടുക്കാൻ കഴിയില്ലോ. ഡബിൾ എം എടുക്കണ്ട, നിനക്ക് ഒരേ എമ്മെങ്കിലും എടുത്തൂടെ? നിങ്ങൾക്കൊരു അമ്മയമ്മമാര്, പിന്നെ നിനക്കില്ലേ കാശ്മീരമാര്? അയ്യേ, നമ്മളവൻ തിരിച്ചറിഞ്ഞു.
കാലത്തൊരു 100 കൂട്ടം പണിയുണ്ട്, ഒന്നും സഹായിക്കാൻ ആരുമില്ല. ഒരു വേലക്കാരി വരുന്നു പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വേലക്കാരിയുടെ കാര്യമല്ലേ, അത് ഞാൻ ചാണ്ടിയോട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച ഇങ്ങെത്തും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. നിങ്ങൾ ഇതും കണ്ടോണ്ട് ഇവിടെ ഇരുന്നു. ആണമില്ലല്ലോ മനുഷ്യ. ദേ, ഈ ടി.വി. ഞാൻ തല്ലി പൊളിക്കും. നീ ചൂടാകാതെ സരസു, നിന്റെ സ്നേഹമൊക്കെ പഴയലും അങ്ങ് കുറഞ്ഞു പോയി. ഇതുവരെ ഒരു ചായ പോലും തന്നില്ലല്ലോ. ചായയൊക്കെ ഇനി ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട്. പോയോ? ഈ സമയത്ത് ഭാര്യയ്ക്ക് പുറമെ ഒരു ഫോണും. യെസ്, വന്നോളൂ. ഓക്കേ. ഈ പിള്ളയുടെ വീട്ടിൽ കയറി വരാൻ അങ്ങനെ ഒരു അനുവാദം വേണോ? ധൈര്യമായിട്ട് വരൂ. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്ത് മോർണിംഗ്? ബാഡ് മോർണിംഗ്. ചാണ്ടീസിന്റെ വെടി തീർന്നടാ. നിർത്ത്. എന്താടാ, എന്തു പറ്റി? ടയർ പഞ്ചറായി. നീ ആ സ്റ്റെപ്പിനെ ഇട്. ഓർമ്മയുണ്ടാ കഴിഞ്ഞ ആഴ്ച വയറ് നിറച്ച് പൊറോട്ട ഇറച്ചിന്ന് സെക്കൻഡ് ഷോക്ക് കയറിയത്? അതാ സ്റ്റെപ്പിന് വിട്ടിട്ടാ. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എന്നാ എത്രയും പെട്ടെന്ന് ഈ ശകടവും തീ നമുക്ക് കടയുടെ മുമ്പിൽ കൊണ്ടുപോയിടാം. മുന്നോട്ട്. ഇങ്ങോട്ടാണല്ലേ? പോട്ടെ വണ്ടി. പോട്ടെ. நமஸ்காரம் தம்பிகளா, இந்த கொட்டார வீட்டுக்கு எப்படி போனோம்? കൊട്ട വട്ടി കൊറേ നേരമല്ലോ. നിനക്കറിയണ വഴി? നിനക്കറിയ വഴി? നിനക്കോടാ? എനിക്കറിയില്ലടാ. ஐயோ, என்ன இது கொட்டை கொட்டாரம், என்னையே கன்ஃபியூஸ் பண்றீங்க. யோ, நானே வழியை கண்டுபிடிச்சுக்கிறேயா, நீ வண்டி எடு. ഇയാളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിണ്ടാവും. ആവുന്നല്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അയാൾ ഈ വേഷത്തിലായിരുന്നില്ല. എടാ, പണക്കാർക്ക് മണിക്കൂറിന് വേഷം മാറാം. അത് കണ്ട് കാശില്ലാത്ത നമ്മളെന്തിനാ വെറുതെ അസൂയപ്പെടുന്നേ? നീ വന്ന് വണ്ടി തള്ളു. ചാണ്ടീസേ, ചാണ്ടീസേ, ചാണ്ടീസ് വണ്ടി, ചാണ്ടീസ് വണ്ടി. ഹായ് മഹി. എന്താ 3 പേരും കൂടി മുച്ചക്ര വാഹനമായിട്ട് പെരുവഴി? വില കൂട്ടിയിരിക്കല്ലേ, കുറച്ച് തള്ളാന്ന് വെച്ചു. സത്യം പറയാലോ മായെ, ഞങ്ങക്ക് 3 പേർ കൂടി ആയിക്കൂടുള്ള ഈ വണ്ടി. അതില് ഞങ്ങളുടെ 2 പേരുടെയും വീലൊക്കെ ഇവന്റെ വീലാണ് പഞ്ചറായത്. അതാണല്ലേ കാര്യം. സ്റ്റെപ്പിനില്ലേ? സ്റ്റെപ്പിന് കഴിഞ്ഞ ആഴ്ച പൊറോട്ട ഇറച്ചിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോയി. കൂട്ടുകാരൻ വലിയ തമാശക്കാരനാണല്ലോ. ഏതായാലും 3 പേരെ ഒരുമിച്ച് കണ്ടാ നന്നായി. രാവിലെ കണ്ടപ്പോ പറയാൻ പറ്റിയില്ല. നാളെ എന്റെ ബർത്ത്ഡേയാ. അടിപൊളി ഒരു പാർട്ടി ഉണ്ട് എന്റെ വക. ഓക്കെ? പോട്ടെ മഹി. ഓക്കെ.